ഇതിനകത്തൊക്കെ മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ് ഞാൻ എഴുതിയത്. വളരെ കൊച്ചിലെ തന്നെ പാട്ടുകൾ ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും പാട്ടുകൾ, അല്ലെങ്കിൽ ഒ എൻ വി സാറിൻ്റെ പാട്ടുകൾ, എന്തോ ഒരു ഇഷ്ടം അതിനോട് തോന്നി. അത് അങ്ങനെ ഒരു ഇഷ്ടം ഇത്തരം വാക്കുകൾക്ക് തോന്നിക്കാനുള്ളൊരു കാരണം ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്. ഭാസ്കരൻ മാഷിൻ്റെ കടന്നു വരവിന് മുമ്പ് നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് പേര് അഭയദേവിൻ്റെയും തിരുനയനാർ കുറിച്ച് മാധവൻ നായരുടെ. എവിടെയോ പോകാനുള്ളൊരു യാത്ര ഓടി വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കൈത പറഞ്ഞു ചോദിച്ചാൽ അതെന്താ, ഞങ്ങൾ ശത്രുക്കളാണോ? നമസ്കാരം. മലയാള സിനിമ ഗാന നിരൂപണ രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരൂപകനാണ് ടി പി ശാസ്തമംഗലം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടി പി ശാസ്തമംഗലാണ്. നമസ്കാരം സർ. കഴിഞ്ഞ 50 വർഷക്കാലമായി സിനിമാ ഗാന നിരൂപണ രംഗത്ത് വളരെ സജീവമാണ്. എങ്ങനെയായിരുന്നു ഈ നിരൂപണ രംഗത്തേക്ക് വരാനുള്ള സാഹചര്യം? എങ്ങനെയാണ് ഇത്രയും കാലം നിലനിന്നത്? തുടക്കം വളരെ അവിചാരിതമായിട്ടാണ്. ഞാൻ കലാലയത്തിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഈ 3 വർഷത്തെയും കുട്ടികൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ സംഗമിക്കും. ഉച്ചയൂണ് സമയം, വിശ്രമ സമയമുണ്ടല്ലോ. അന്ന് അവിടെ സിനിമ, ഗാനം, സാഹിത്യം, കല എല്ലാം ചർച്ച ചെയ്യും. അപ്പോൾ വയലാറിൻ്റെ ആകസ്മിക നിര്യാണം ഉണ്ടാകുന്നത് 1975-ലാണ്. അന്ന് ഞങ്ങൾക്ക് കോളേജ് അവധി തന്നത്. ഞങ്ങൾക്കന്നല്ല, അന്ന് തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ കോളേജുകൾക്കും അവധിയായിരുന്നു. ഞാനൊക്കെ അന്ന് VJT ഹാളിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുകയുണ്ടായി. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തെ കാണുന്നത് അന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്ന ഗാനങ്ങൾക്കൊന്നും ആ ഒരു നിലവാരമില്ലാതെ വന്നപ്പോൾ ഏതോ ഒരു ചർച്ചയിൽ ഞാനിതിനെ പറ്റി പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന മനഃശാസ്ത്രപരമായ ലേഖനങ്ങളൊക്കെയാണ്. ഈ മാധവിക്കുട്ടിയുടെ മകൻ മോനു നാലപ്പാട്, MD നാലപ്പാട് എഡിറ്ററായിരുന്ന പമ്പരം, പിന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയിരുന്ന KS ഡേവിഡിൻ്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന മാത്യു വെല്ലൂരും ഒക്കെ ഇറക്കിയിരുന്ന മനഃശാസ്ത്രം, ഇതിനകത്തൊക്കെ മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ സീനിയർ ആയിട്ട് പഠിച്ച ഒരാൾ, അദ്ദേഹം ഈ ഒരു ലോക്കൽ മാസിക നടത്തുന്നുണ്ടായിരുന്നു, രാഷ്ട്രപ്രഭ എന്ന പേരിൽ. അതൊരു, എനിക്ക് തോന്നുന്നൊരു 500 കോപ്പിയായിട്ടാണ്. 500 തന്നെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എഴുതി കൊടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ മാസിക കൊണ്ടു തന്നു. അപ്പോൾ അതിൽ ലേഖനം അടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ലേഖനങ്ങൾ ഞാൻ ഇത് പാട്ടിനെ സംബന്ധിക്കുന്നതല്ല, അല്ലാതെ എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു വലിയൊരു പുതുമ തോന്നിയില്ല. അത് കഴിഞ്ഞ് ഒരു മാസം ഏതാണ്ടാകുമ്പോൾ, എന്നും ഇയാളെ കാണുന്നുണ്ടല്ലോ, എന്നും ഒരുമിച്ച് അടുത്തടുത്ത ക്ലാസ്സുകളാണല്ലോ. ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കത്തുകൾ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, എടാ അത് ഒരുപാട് കത്ത് വന്നിരിക്കുന്നു, നിൻ്റെ അത് ഏറ്റവും എന്നാണ് തോന്നുന്നത്. ഈ പാട്ടിനെക്കുറിച്ച് ആയതുകൊണ്ടായിരിക്കണം. ഒരുപാട് ഈ രാഷ്ട്രപ്രഭയ്ക്ക് അങ്ങനെ കത്തൊന്നും അയക്കില്ല, കാരണം ഈ അയക്കുന്നവരെ വളരെ കുറവാണ്. എന്നിട്ട് ആ കത്തുകൾ അത്രയും എനിക്ക് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചീത്ത പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ഇത് ആവശ്യമാണെന്ന് എഴുതിയിട്ടുണ്ട്, അതിനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ മറുപടി. അന്ന് ഫോണൊന്നും അങ്ങനെ വന്നിട്ടില്ല, മൊബൈൽ ഫോണൊന്നും ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ ഫോണില്ല. അപ്പോൾ അതിന് പലതിനും മറുപടി. അപ്പോൾ ആ ചങ്ങാതി തന്നെ എന്നോട് പറഞ്ഞു, ഒരു ലേഖനം കൂടെ എഴുത്, അടുത്ത ലക്കത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എഴുതി. അങ്ങനെ ആ രാഷ്ട്രപ്രഭയിൽ ഞാൻ 4-5 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ വിട്ടതിന് ശേഷം അപ്പോഴും ഞാൻ ഈ പാട്ടുകൾ ശ്രദ്ധിക്കുകയും വളരെ കൊച്ചിലെ തന്നെ പാട്ടുകൾ ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് വയലാറിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും പാട്ടുകൾ, അല്ലെങ്കിൽ ഒ എൻ വി സാറിൻ്റെ പാട്ടുകൾ. ഈ പാട്ടുകളുടെ അർത്ഥം ആലോചിക്കുക. അത് മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചതിൻ്റെ ഒരു തകരാറ് കൂടെ ആവാം. ആലോചിക്കുക, അതിൻ്റെ ആശയം ആലോചിക്കുക, ഇതൊക്കെ ഒരു ബാല്യകാല കൗമാര കൗതുകങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ വെറുതെ ഇതിലൊന്നും എഴുതിയോണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ടുള്ള കുറേ പാട്ടുകൾ എല്ലാം കൂടെ വെച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി. കലാകൗമുദിയുടെ ഫിലിം മാഗസിൻ, അന്ന് നാനയും ഫിലിം മാഗസിനുമേ ഉള്ളൂ, പിന്നെ സിനിമാ മാസിക, ചിത്രരമ, ഈ 4 പ്രസിദ്ധീകരണങ്ങളാണ് ഈ ചലച്ചിത്ര ഗാനങ്ങൾ, അല്ല ചലച്ചിത്രത്തെ സംബന്ധിച്ച് ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങൾ. പക്ഷേ അതിൽ ഫിലിം മാഗസിനാണ് ഏറ്റവും നിലവാരം ഉണ്ടായിരുന്നത്. കാരണം ഈ കലാകൗമുദിയുടേതായതുകൊണ്ട് അവരൊരു നിലവാരത്തിലാണ്. ഞാനൊരു ലേഖനം എഴുതി പോസ്റ്റിൽ അയച്ചു കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതങ്ങ് മറന്നുപോയി.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അച്ചടിച്ചു വന്നു. അച്ചടിച്ച് വന്ന് ആരോ അല്ല, എൻ്റെ അമ്മാവൻ എം കൃഷ്ണൻ നായർ ആണെന്നറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും പോകുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഈ കലാകൗമുദിക്കകത്ത് സാഹിത്യഭാരഫലം എഴുതുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഓരോ ആഴ്ചത്തെയും സാഹിത്യഭാരഫലം അവിടുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ ആ ആഴ്ചത്തെ, അതായത് പൊതുവിപണിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇറങ്ങുന്ന എല്ലാ പ്രസിദ്ധീകരണവും ഒരുമിച്ച് കൊണ്ട് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം ഇത് മറിച്ച് നോക്കുമ്പോൾ എൻ്റെ പേര് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മയും അച്ഛനും അവിടെ പോയപ്പോൾ പറഞ്ഞു, ഇതാ ഇന്നാരുടെ ലേഖനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു. അമ്മ ഇവിടെ കൊണ്ട് തരികയാണ് എനിക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഒരു പേര് കേട്ട ഒരു പ്രസിദ്ധീകരണത്തിൽ അല്ലെങ്കിൽ ഗാനത്തിനെക്കുറിച്ച് വന്നു. പക്ഷേ അത് തീർന്നില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനൊരു മറുപടി വന്നു. എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചു പറഞ്ഞു. നമ്മൾ ഈ ഫിലിം മാഗസിനൊന്നും റെഗുലറായിട്ട് വായിക്കാറോ കാണാറോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് അമ്മാവൻ തന്നതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു. അടുത്ത ആഴ്ചത്തേൽ വന്നു, നെല്ലിക്ക തിളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടിയാണ്. അപ്പോൾ എന്നെ പത്രാധിപർ അന്ന് വിളിച്ചു പറഞ്ഞു, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ലേഖനങ്ങൾ തരണം, പക്ഷേ ഞങ്ങൾ നെഗറ്റീവായിട്ടുള്ളതും കൊടുക്കും, അതൊരു പത്രധർമ്മമാണ്. ഇതിനൊരു മറുപടി എഴുതൂ, ഈ നെല്ലിക്ക തളം വയ്ക്കേണ്ട നിരൂപകൻ എന്നുള്ളതിനൊരു മറുപടി. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ബിച്ചു തിരുമലൊരു മറുപടി വന്നു, വാക്കുകൾ അർത്ഥവേട്ടയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ടൊരു മറുപടി. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു മറുപടി തരാനായിട്ട് എസ് ജയചന്ദ്രൻ നായർ സാറും എൻ എസ് ബാബുവാണെന്ന് കലാകൗമുദിയുടെയും ഫിലിം മാഗസിൻ്റെയും പത്രാധിപന്മാർ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ കടലാസ് പൂക്കളെ ക്ഷമിക്കൂ എന്ന് വെച്ചാൽ ഇതെല്ലാം കടലാസ് പൂക്കളാണ്, ഒറിജിനൽ യഥാർത്ഥ പൂക്കളല്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എഴുതി. പക്ഷെ അതിന് കിട്ടിയ പ്രതികരണം യൂസഫ് അലി കേച്ചേരിയുടേതാണ്. പുണ്യാഹം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രതികരണം ഫിലിം മാഗസിന് അയച്ചു. ഞാൻ യൂസഫ് അലിയെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അത് അച്ചടിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു കത്തയച്ചു. ആർക്ക്? യൂസഫ് അലി കേച്ചേരിക്ക്. ഇങ്ങനെ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞപ്പോൾ അങ്ങ് മാത്രം എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചതിൽ നന്ദി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ ഒരു മറുപടി അയച്ചു, ഇത് നിർത്തിക്കളയരുത്, ഇതൊരാവശ്യമാണ്, മലയാളത്തിലൊരു ശുദ്ധീകരണത്തിൻ്റെ, ചലച്ചിത്ര ഗാനരംഗത്തൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം. എല്ലാ ഗാനരചയിതാക്കളും എനിക്ക് മറുപടി എഴുതി. മുല്ലനേഴി, കണ്ണാടി, മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നതെന്തിന്, ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട്. പക്ഷേ എല്ലാത്തിനും ഞാൻ മറുപടി കൊടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കവും വളർച്ചയും. ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു സീരിയസ് ആയ ഇടപെടലായിരുന്നില്ല, പക്ഷേ പിന്നീട് വളരെ സീരിയസ് ആയിട്ട് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു മാറ്റം? അല്ല, ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു തമാശയായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പലരും, പക്ഷേ എന്നോട് ഈ ലേഖനം വരുമ്പോൾ പലരും വിളിച്ചു ചോദിച്ചു, സിനിമയിലൊരു കേവലം ഒരു ഘടകം മാത്രം ആവുന്നില്ലേ ഗാനം, അതിൽ തന്നെ അതിൽ മാത്രം, അപ്പം ആ എഡിറ്റിങ്, പിന്നെ ക്യാമറ, പിന്നെ ഛായാഗ്രഹണം, ഇങ്ങനെ എത്രയോ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എഴുതാതെ ഈ പാട്ട്. അപ്പോൾ എൻ്റെ ഒരു മറുപടി അന്നും ഇന്നും ഇതാണ്. കാരണം ഒരു സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയാലും, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചേ നമ്മൾ ഒന്നും ഓർക്കുന്നില്ല, അതിലെ പാട്ട് നിലനിൽക്കും. ഈ സാധാരണപ്പെട്ടവരുടെ കവിതയാണ് ഗാനങ്ങൾ. ഇപ്പം വയലാറ് വിപ്രലംബ ശൃംഗാരം നൃത്തമാടാൻ വന്ന അപ്സര സ്ത്രീ എന്നൊക്കെ എഴുതിയപ്പോൾ ഈ വിപ്രലംബ ശൃംഗാരം ഞങ്ങൾ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചവർ മാത്രമേ വിപ്രലംബ ശൃംഗാരം, വേർപിരിയുന്ന സമയത്തുണ്ടാകുന്ന ശൃംഗാരം എന്ന് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ചുമടെടുക്കുന്നവനും പിന്നെ രക്ഷ ഓടിക്കുന്നവനുമൊന്നും ഈ വിപ്രലംബ ശൃംഗാരത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടല്ല. പക്ഷേ എന്തോ ഒരു ഇഷ്ടം അതിനോട് തോന്നി. അത് അങ്ങനെ ഒരു ഇഷ്ടം ഇത്തരം വാക്കുകൾക്ക് തോന്നിക്കാനുള്ളൊരു കാരണം ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്. അദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാട്ടുകൾക്ക് വയലാറും ഭാസ്കരനും ONVയും അദ്ദേഹത്തിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ എഴുതി തരുന്ന വരികൾക്ക് ഞാൻ സംഗീതത്തിൻ്റേതായ ഒരു അടിവര ഇടുക മാത്രമാണ് ചെയ്യുന്നത്. ആ അടിവര നേരെയുള്ളതായിരിക്കണം, നന്നായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അതിൻ്റെ മേൽ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഒരു ട്യൂണ് കണ്ടെത്തുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ്. കാരണം അദ്ദേഹം എപ്പോഴും പറയും, ഒരു ഗാനത്തെ സംബന്ധിച്ചിടത്തോളം 51% രചനയ്ക്കാവണം പ്രാധാന്യം, 49% അതൊരു സംഗീത സംവിധായകനാണ്. എന്നിട്ട് പറയുന്നു 49% മാത്രമേ സംഗീതത്തിന് ഇത് മാറിയാൽ, ഈ അനുപാതം മാറിയാൽ ആ പാട്ട് പരാജയപ്പെടും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ 51% ഇന്നതല്ല, ഇന്ന് സംഗീതമാണ് മുന്നിട്ട് നിൽക്കുന്നത്, രചന ഒന്നുമേ ഇല്ല. ഈ സിനിമാ ഗാനരംഗത്ത് നേരത്തെയൊക്കെ അറിയപ്പെട്ടിരുന്ന കവികളായിരുന്നു പാട്ടെഴുത്തുകാരായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏത് ഘട്ടത്തിലാണ് ഈ വഴിമാറി ഒരു പാട്ടെഴുത്തുകാർ മാത്രമായി ഈ രംഗത്തേക്ക് വന്നത്? അത് വയലാറിൻ്റെ മരണത്തിന് ശേഷം. അപ്പോഴും മുതലാണ് ഞാനിത് എഴുതാൻ തുടങ്ങിയത്. അതായത് 1975 വയലാറിൻ്റെ മരണം ഉണ്ടാകുന്നു.
ONV സാർ അത്ര സജീവമായിരുന്നില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരം വിട്ടു പോകാൻ പലപ്പോഴും വിമുഖനായിരുന്നു. ഭാസ്കരൻ മാഷ് മാത്രമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ യൂസഫ് അലി കേച്ചേരിയും ശ്രീകുമാരൻ തമ്പിയുമാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം കവിത എഴുതി. ഈ പറഞ്ഞ 5 പേര്, വയലാർ, ഭാസ്കരൻ മാഷ്, ONV സാറ്, പിന്നെ യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ, ഈ 5 പേരും കവിത എഴുതി. അവർ യുവകവി എന്ന നിലയിൽ പേരെടുത്തതിന് ശേഷമാണ് ഗാനരചനാ രംഗത്തേക്ക് വന്നത്. പിന്നീട് വന്നവരൊന്നും കവികളല്ല, അവർ ഈ പാട്ടെഴുത്തുകാർ മാത്രമാണ്. കാരണം എന്നിട്ട് അവർ പിന്നെ കവിത എഴുതി പേരെടുക്കുകയാണ് ചെയ്തത്. കാരണം ആ ഒരു പേരുണ്ടല്ലോ, പാട്ടെഴുത്തുകാരൻ എന്ന നിലയിലൊരു പേര് കിട്ടും. ആ പേരിൻ്റെ പുറത്ത് പിന്നെ ഒരു കവിത എഴുതി കഴിച്ചാൽ ഇവിടുത്തെ ഏത് പിന്നെ വാരികയിലും അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അതാണ് കാര്യം. നമുക്കറിയാം മലയാള സിനിമ നേരത്തെ തമിഴിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന്. പിന്നീട് അത് സ്വതന്ത്ര സിനിമയായി മാറുകയും മലയാളത്തിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഭാവവും ഒക്കെ വരികയുണ്ടായി. ഇതേ സമയത്ത് തന്നെ മലയാള സിനിമാ ഗാനവും സ്വതന്ത്രമായിരുന്നു, അല്ലെങ്കിൽ തമിഴിൻ്റെ ഭാഗമായി തുടരുകയായിരുന്നു. സ്വതന്ത്രമായി എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ കാര്യത്തിൽ നീലക്കുയിലാണ്. അതേസമയം രചനയുടെ കാര്യത്തിൽ ചന്ദ്രിക എന്ന് പറയുന്ന ഭാസ്കരൻ മാഷ് 1950 എഴുതിയ ചന്ദ്രികയാണ്. അന്ന് വരെ ഉണ്ടായിരുന്നത് ഇപ്പം നീയൻ ചന്ദ്രനെ ഞാനിൻ ചന്ദ്രിക, പിന്നെ ഇതിലെ ശശിധരൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടാണ്. അത് തു മേരാ ചാന്ദ് ഹേ മേ തേരി ചാന്ദിനി എന്ന് പറയുന്ന ദില്ലഗിയിലെ ഹിന്ദി പാട്ടിൻ്റെ അർത്ഥവും ട്യൂണുമാണ്. പദാനുപദ. അകലത്തൻ ആശകൾ കണിയിടും താരക എന്നൊക്കെ അഭയദേവൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ട്യൂണനുസരിച്ച്. പക്ഷേ അതിനകത്ത് കുറച്ചൊരു കവിതയുണ്ടെന്നല്ലാതെ പിന്നെ ഒരു നമുക്ക് മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഭാസ്കരൻ മാഷിൻ്റെ കടന്നു വരവിന് മുമ്പ് നമ്മൾ എടുത്തു പറയേണ്ട 2 പേര് അഭയദേവിൻ്റെയും തിരുനയനാർക്കുറിച്ചി മാധവൻ നായരുടെയും. തിരുനയനാർക്കുറിച്ചി മാധവൻ നായർക്ക് അങ്ങേർക്കും ചില അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു, തിരുവനന്തപുരത്ത് സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ചില വിലക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം മുരളി എന്ന പേരാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ONV സാറ് പിന്നീട് ബാലമുരളി എന്നുള്ള പേര് സ്വീകരിച്ചത്. പിന്നെ അഭയദേവ് കുറച്ച് നല്ല പാട്ടുകൾ എഴുതി. കാരണം കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ, പിന്നെ പൊന്നേ പൊന്നാര പൊന്നു മകനെ എന്ന് പറഞ്ഞ പിന്നെ സ്നേഹസീമയിലെ പാട്ട്, അല്ലെങ്കിൽ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതൽ. ആ കരളിൻ്റെ കാതലേ എന്നൊക്കെ ഉള്ളിടത്ത് ഒരു മലയാളത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, തനി മലയാളവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഇതൊക്കെ ട്യൂൺ ചെയ്തെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമി പോലും ചെയ്തിരുന്നത് അന്യഭാഷയിൽ നിന്ന് അന്ന് നിർമ്മാതാക്കളും സംവിധായകരും അത് നിർബന്ധിച്ചിരുന്നു. അവർക്കത് മതി. മദ്രാസിലായിരുന്നു. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഞാൻ വിശേഷിപ്പിക്കുന്ന ചാവിള്ളകളെന്നാണ്. കാരണം ജനിക്കുമ്പം തന്നെ അതിനൊരു ജീവനില്ല, ചാവിള്ളകളായിട്ടാണ് ജനിച്ചത്. അതേസമയം 1950 P. ഭാസ്കരൻ ആ രംഗത്തേക്ക് കടന്നു. അദ്ദേഹം അതിനു മുമ്പേ ഒരു തമിഴ് ചിത്രത്തിൽ കുറച്ച് വരികൾ മലയാളത്തിൽ എഴുതി, പിന്നെ എന്നല്ലാതെ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംഭാവന എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സംഭാവന വരുന്നത് ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിൽ പിന്നെ കേഴുക ആത്മസഖി തകരുന്നിതാ കിനാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. കേഴുക ആത്മസഖി എന്നൊക്കെയുള്ള പ്രയോഗം ഒരു ശകലം ചങ്ങമ്പുഴ ചുവയുള്ളതാണെങ്കിലും പക്ഷേ അതിനകത്ത് മലയാളത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ആത്മസഖി എന്നൊക്കെ ഒരുപാട് പ്രയോഗമുണ്ട്. പിന്നെ ചങ്ങമ്പുഴ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് ഈ ചങ്ങമ്പുഴ അനുകരിച്ചുണ്ടായിരുന്നല്ലോ ഇവരെല്ലാം കടന്നു വന്നത്. അതിൻ്റെ ഒരു ചെറിയ സ്വാധീനമുണ്ടെങ്കിലും പക്ഷേ പിന്നെ കേഴുക ആത്മസഖി തകരുന്നിതാ കിനാവുകൾ. അപ്പോൾ കിനാവുകൾ തകരുന്നത് കൊണ്ട് കരയാൻ തൻ്റെ കാമുകിയോട് അല്ലെങ്കിൽ നായികയോട് പറയുന്ന അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നായകന്മാരും ഗാനയിതാക്കളും കരയരുതേ എന്ന് പറഞ്ഞപ്പോൾ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടാണ് ഭാസ്കരൻ മാഷ് കരയാൻ പറഞ്ഞത്. അവിടെയാണ് അതിൻ്റെ ഒരു പുതുമ. അത് കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോൾ 1951 ആകുമ്പോൾ നവലോകം എന്നൊരു സിനിമയാണ്. നവലോകം മലയാള സിനിമാ ഗാന ചരിത്ര രംഗത്ത് തന്നെ ഒരു നവലോകം സൃഷ്ടിച്ച സിനിമയാണ്. അതിൽ തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കല്പമാകെ പുളകം പൂശും വസന്ത സുമമേ ആരോ നീ. അതാ മനസ്സിലായില്ലേ? അതിൻ്റെ നായികയുടെ പേര് ചന്ദ്രിക എന്നാണ്. അപ്പോൾ ആ തങ്കക്കിനാവ് എന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചങ്ങമ്പുഴ ചൊവ്വയൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും തങ്കക്കിനാക്കൾ ഹൃദയം എന്ന് വെച്ചാൽ തനി മലയാളം, ഹൃദയം വീശും വനാന്ത വനത്തിൻ്റെ ഉള്ളിലുള്ള ചന്ദ്രികയാരോ നീ. ആ ചന്ദ്രിക എന്നാണ് നായികയുടെ പേരും. അപ്പോൾ എത്രമാത്രം യോജിപ്പോടുകൂടിയാണ് അത് എഴുതിക്കുന്നത്. സങ്കല്പമാകെ ആ സങ്കല്പത്തിൽ പുളകം പൂശുന്നാക്കാനുള്ള പ്രയോഗം അന്ന് വരെ മലയാളി കേൾക്കാത്തതായിരുന്നു. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പാട്ടെഴുത്തുകാർക്ക് ഈ തരത്തിലുള്ള നിരൂപണങ്ങളെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം.
അങ്ങനെ ആരെങ്കിലും ഇതിനെ വ്യക്തിപരമായി കണ്ടിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ ഈ നിരൂപണം അത് വ്യക്തിപരമായി ആണ് എന്നൊക്കെ സംശയിച്ചിരുന്നോ? ഇവരെല്ലാവരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാവരും നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, വളരെ നിശിതമായി വിമർശിക്കുമ്പോൾ പോലും അവരെല്ലാം എന്നോട് സൗഹൃദം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം. വളരെ സൗഹൃദത്തിൽ കാരണം കൈതപ്രത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി തിരുവനന്തപുരത്ത് വന്നാൽ എന്നെ നിരന്തരം വിളിക്കുമായിരുന്നു. അത് ആളുകൾക്ക് ഒരു സംഭവം തന്നെ ഉണ്ടായി. ഒരിക്കൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എന്തോ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസ് ആവശ്യമായിട്ട് പോയിട്ട് തിരിച്ചു വരാനായിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കൈതപ്പുറം അവിടെ, അദ്ദേഹത്തിന് കണ്ണൂർ പോകണം, എനിക്ക് തിരുവനന്തപുരത്തോട്ട് വരണം. അപ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ സൗഹൃദത്തോടെ സംസാരിക്കുമ്പോൾ ഒരു അവിടുത്തെ ഒരു യാത്രക്കാരൻ ഏതോ എവിടെയോ പോകാനുള്ളൊരു യാത്ര ഓടി വന്നിട്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈതപ്പുറം ചോദിച്ചാൽ അതെന്താ, ഞങ്ങൾ ശത്രുക്കളാണോ? അല്ല, അദ്ദേഹം എഴുതും, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഞാൻ എൻ്റെ രീതിയിൽ എഴുതും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു സൗഹൃദം എന്നും സൂക്ഷിക്കുന്നുണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. കാരണം ഇവരെല്ലാവരെയും മിക്കവാറും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹരിനാരായണനായിരുന്നാലും എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. കാരണം വളരെ അടുപ്പമുള്ളതാണ് പലരും. നമുക്കറിയാം പത്മരാജൻ സാറ് നല്ല സാഹിത്യകാരനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ എഴുത്തുകാരനായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് കാണുന്നത് പത്മരാജൻ സാർ സിനിമയിൽ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിലുള്ള താല്പര്യങ്ങൾ പോവുകയും അദ്ദേഹത്തെ മലയാള സാഹിത്യത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം ബാലേന്ദ്രൻ ചുള്ളിക്കാട്, കേരളം അന്ന് ഒരു കാലത്ത് വളരെ ആഘോഷിക്കപ്പെട്ടിരുന്ന കവിയായിരുന്നു. പിന്നെ അദ്ദേഹം നടനായി മാറുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ കവി ഇല്ലാതാവുന്നു. ഇത്തരൊരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നരേന്ദ്രപ്രസാദ് സാറിൻ്റെ പേരാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നരേന്ദ്രപ്രസാദ് സാറ് എന്താ പറഞ്ഞാൽ ഒരു മലയാളത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ജീനിയസാണ്. അദ്ദേഹം ഒരു കിടയറ്റ നിരൂപകനാണ്. ഭാവുകത്വം മാറുന്നു എന്ന് പറയുന്ന ഒറ്റ പുസ്തകം മതി അദ്ദേഹത്തിൻ്റെ നിരൂപകനെ നമുക്ക് വിലയിരുത്താൻ. അദ്ദേഹം ഒന്നാന്തരം നാടകകൃത്താണ്. മാതൃഭൂമി ആഴ്ചപ്പതിവ് വന്ന സതീർത്ഥ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകമുണ്ട്. ഒരുപാട് നാടകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ, ഒരുപാട് നാടകങ്ങളുണ്ട്. സൗവർണിക സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ് നാടക മത്സരത്തിൽ. ഈ സതീർത്ഥ്യൻ എന്ന് പറയുന്നത് അതിലൊക്കെ സംഭാഷണം നമ്മൾ കേൾക്കണം. അതിമനോഹരമാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇദ്ദേഹം എഴുതുമെന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് ജീവിതത്തിൽ സതീർത്ഥ്യൻ എന്ന് പറയുന്നത് മരണമാണ്. മരണം എപ്പോഴും സതീർത്ഥ്യനായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് ആ നാടകത്തിലൂടെ അദ്ദേഹം. പക്ഷേ അദ്ദേഹം സിനിമാ രംഗത്തേക്ക് പോയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം കുറേ ഈ തേർഡ് റേറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹം ഒതുങ്ങിപ്പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഒന്നാന്തരം പ്രതിഭയുള്ള ആളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പോയത് കൊണ്ട് തന്നെയാണ്, ഇപ്പം പത്മരാജൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കാര്യം. കാരണം അദ്ദേഹം ഒന്നാന്തരം അധ്യാപകനായിരുന്നു, ചിന്തകനായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു, ഇതിനേക്കാളേറെ നല്ല നിരൂപകനും നാടകകൃത്തുമായിരുന്നു. പക്ഷേ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോയതോടുകൂടി ഇപ്പം ഏറ്റവും മോശമായ സിനിമയിൽ പോലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കഥ എടുത്താൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ സീരിയലിൽ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കവിത നഷ്ടപ്പെട്ടു, അല്ലേ? ഇപ്പോൾ നമ്മൾ പറയാൻ മടിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം പോലും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് നിന്ന് നല്ലൊരു കവിത കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇല്ല. കാരണം അത് ഈ സീരിയലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരു കവിത എഴുതിയാൽ എത്ര രൂപ കിട്ടും? മാക്സിമം എത്ര കിട്ടും? 1000 രൂപ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കടയുണ്ട് 2000 രൂപ കൊടുക്കുമായിരിക്കും, അത്രേ കിട്ടുള്ളൂ. അതേസമയം ഒരു സീരിയലിൽ ഒരു എപ്പിസോഡിന് അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടും. അപ്പോൾ ആ വരുമാനമാണ് നോക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കും.